തന്റെ അമ്മയുടെ രൂപത്തിലും അച്ഛന്റെ രൂപത്തിലും. അപ്പോഴും ആത്യന്തികമായിട്ട് ഇതിനകത്ത് വേണ്ട എന്താ? അണ്ടവും ബീജവും അല്ലേ? അല്ല, അതിന്റെ പുരുഷനും സ്ത്രീയും വേണ്ടേ? അല്ല. അപ്പൊ അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞ അത് ആത്യന്തികമായ ചോദ്യം. സാർ ഇപ്പൊ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നമ്മൾ എന്തൊരു കഷ്ടമാണ്. താൻ ഈ അണ്ഡമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് എന്താണ് കോശങ്ങൾ ചേർന്നതാ, ലക്ഷക്കണക്കിന്. അതിനെല്ലാം ജീവനുണ്ട്, അതിനെല്ലാം ജീവനുണ്ട്. അതാ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്ന ഒന്നാണ് ബീജം, ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്നതാണ് അണ്ഡം. അതിനകത്തിരിക്കുന്ന ഓരോ കോശത്തിനും ജീവനുണ്ട്. കോശങ്ങൾ തമ്മിൽ ചേർന്ന് ജീവനുണ്ടായി നിൽക്കുന്നിടത്തു നിന്ന് ഉയർന്നു വന്ന അതിനെയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. ഉരുത്തിരിഞ്ഞു വരുന്ന കഴിവാണ്. ഈ ഇരിക്കുന്ന വസ്തുക്കൾ ചേർത്തപ്പോൾ കസേര എങ്ങനെയാണോ എമർജ് ചെയ്യുന്നത് പോലാണ് പുതിയ ജീവരൂപങ്ങൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അല്ലാതെ കോശം, തൻ്റെ ശരീരത്തിലിരിക്കുന്ന ഒരു കോശം തനിക്ക് കാണാൻ കഴിയില്ല, അത്രയും ചെറുതാ, അത്രയും മനസ്സിലാവും. 37 ട്രില്യനോ അങ്ങനെയാണ് എന്ന് പറയാനൊക്കെ പറയാൻ ഇയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ, വെറുതെ പറയല്ലേ, ഒന്നും അറിഞ്ഞിട്ടല്ല പറയാം. എങ്കിലും സാറ് ഞാൻ പറയുന്നത് അത്രയും കോശത്തിനും ജീവനുണ്ടെന്ന് അറിയണം. ഉണ്ടെന്ന് എല്ലാം ഞാൻ അംഗീകരിച്ചു. ഇല്ല, എന്റെ ലോജിക് ക്വസ്റ്റ്യൻ, അതായത്